പക്ഷേ വലിയ വിവാദമായ ഒരു കാര്യമായിരുന്നു 2007 VS സർക്കാരിന്റെ കാലത്ത് മൂന്നാർ ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അന്ന് അതിന്റെ ഈ ദൗത്യ തലവൻ എന്ന് പറഞ്ഞാൽ കരിമ്പൂച്ച എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. സുരേഷ് കുമാർ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ വിരമിച്ചതിന് ശേഷം ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. പുറത്തിറക്കിയപ്പോൾ പറയുന്നത് VS അന്നത്തെ പാർട്ടി കൊച്ചുവിലം കിട്ടും. ഇവിടുത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളുകൾ ഉൾപ്പെടെ പ്രാദേശിക നേതാക്കൾ ഒന്നും തന്നെ സമ്മതിച്ചിരുന്നില്ല. അതായത് കയ്യേറ്റം ഒഴിപ്പിക്കൽ ഇവിടുത്തെ നേതാക്കൾ എല്ലാവരും എതിർത്തു എന്നാണ് പറഞ്ഞിരുന്നത്. അത് സുരേഷ് കുമാർ അത്രയും പറഞ്ഞത് ഞങ്ങൾക്കൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതെ, അയാളൊരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. അയാൾക്ക് ഇവിടുത്തെ ജനങ്ങളെ തന്നെ അറിയാം. ഒരു ഉദ്യോഗസ്ഥനൊന്നും അങ്ങനെ കാര്യം ചെയ്യാൻ പറ്റുകയില്ല. VSന്റെ ഭാഗത്തുനിന്ന് പെശ വന്നപ്പോൾ അതിനെ എതിർത്തിട്ടുണ്ട്. അതൊക്കെ ശരിയാണെന്ന് തന്നെ ഇപ്പോഴും എൻ്റെ നിഗമനം. അതാ അന്ന് അതെല്ലാം പാർട്ടി ശരിവെച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഒഴിപ്പിക്കൽ പിന്നെ തുടർന്നില്ലല്ലോ. സുരേഷ് കുമാറിന് പൊട്ടിയും മടക്കി പോകേണ്ടി വന്നില്ലേ? പോകേണ്ടി വന്നാൽ ഞങ്ങളൊക്കെ ആ നിലപാടെടുത്തുകൊണ്ടാണ്. അതുകൊണ്ടായി ഇടുക്കി ജില്ല ഇപ്പം ഇങ്ങനെയുള്ളത്. ഇടുക്കി ജില്ല ഇങ്ങനെയുള്ളതും ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റുന്നതും 10,000-കണക്കിന് ആൾക്ക് പട്ടയം കിട്ടിയതും എല്ലാം അത്തരം സംഭവത്തെ തുടർന്ന് തന്നെയാണ്. അന്നത്തെ ദൗത്യം പൂർണ്ണമാകാതിരുന്നതിന് കാരണം പാർട്ടി ഓഫീസിന്റെ ഒരു മുൻഭാഗം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. അതാണ് വലിയ വിഷയത്തിലേക്ക് പോയത്. അന്നത്തെ രത്തൻ യു ഹെൽക്കർ സ്പെഷ്യൽ ഓഫീസർ ആയിരുന്നാണ് എൻ്റെ ഓർമ്മ, ഒരു അറിവ്. അപ്പൊ അദ്ദേഹമാണ് ഈ സുരേഷ് കുമാറിനോട് പോലും പറയാതെ VSനോട് പോലും ആലോചിക്കാതെ പെട്ടെന്ന് പോയി അത്തരം ഒരു പൊളിക്കൽ നടത്തിയത്, പാർട്ടി ഓഫീസിന്റെ മുൻവശം പൊളിച്ചതെന്ന്. അത് ഇവിടുത്തെ നേതാക്കന്മാരുടെ അറിവോടും സമ്മതത്തോടും കൂടിയായിരുന്നു എന്നാണ് പറയുന്നത്. ചുമ്മാ വിവരക്കേട് ആരെയും എന്തേലും പറയുന്നൊന്നും പറഞ്ഞാൽ അതിനൊന്നും ഞാനിനി പറയാനില്ല. സുരേഷ് കുമാർ പറയുന്നതിനോ അയാളൊരു ഉദ്യോഗസ്ഥൻ മാത്രമല്ലേ? അയാൾക്കെന്ത് ഒരു ഉദ്യോഗസ്ഥൻ? അതിന് വേറെ ഉദ്യോഗസ്ഥനുണ്ട്. അയാൾ പറയുന്നതൊന്നും ഞാൻ മറുപടി പറയാനൊന്നുമില്ല. അന്ന് ചെറ്റത്തരം കാണിച്ചോന്നാണ് എൻ്റെ അഭിപ്രായം. VSന്റെ ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇവനൊക്കെ തോന്നുന്ന പോലെ ചെയ്തു. അതുകൊണ്ട് എതിർത്തു. അതുകൊണ്ട് നിർത്തിയേച്ച് പോകേണ്ടി വന്നല്ലോ. അതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ഭൂമിയും ജനങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെന്ന്, നിങ്ങളെ ഏത് പൂനായിലാണ് ജീവിക്കുന്നത്? ഇന്നത്തെ ഇടുക്കി ജില്ല, ഈ ഇടുക്കി ജില്ല എന്ന് പറയുന്നത് പണ്ട് എറണാകുളം ജില്ലയുടെ ഭാഗവും കോട്ടയം ജില്ലയുടെ ഭാഗവുമായിരുന്ന പ്രദേശമാണ്, ഇല്ലേ? ഈ ജില്ലയിലേക്ക് ഇത് വനമായിരുന്നു പണ്ട്, ആയിരുന്നില്ലേ? പണ്ട് വനമായിരുന്നല്ലോ, ഇവിടെ ഒക്കെ ആയിരുന്നെന്ന്. അന്നത്തെ കാലത്ത് ഗവൺമെൻറ് കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചു. പറഞ്ഞു മനസ്സിലായോ? കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചു, ആളുകൾ കയറി വനമെല്ലാം വെട്ടിത്തെളിച്ച് കൃഷിയൊക്കെ ചെയ്ത് ഇന്നത്തെ ആധുനിക ഇടുക്കി ജില്ല രൂപം കൊണ്ടത് അങ്ങനെയാണ്. അതിൻ്റെ ഭാഗമായി ഇടുക്കി പദ്ധതി പോലും പിന്നീട് രൂപപ്പെട്ടതും രാജ്യത്തിന് വലിയ സംഭാവന ചെയ്യുന്നത്. ഞാൻ പറയാം, ലോകത്തെ നമ്പർ 1 ഏലം ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും നല്ല തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടാണ്. ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും നല്ല കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടാണ്. ടൂറിസം മേഖലയിൽ ഇന്ന് മൂന്നാറ്, രാമക്കൽമേട്, വാഗമണ്ണ്, കുമളി, വണ്ടൻമേട് ഇതെല്ലാം വഹിക്കുന്ന പങ്ക് അതിപ്രധാനമായ ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ സുരേഷ് കുമാറല്ല, അത് വലിയവനാണെന്ന് പറഞ്ഞാലും വിവരക്കേട് കാണിച്ചാൽ വിവരമില്ലെന്ന് തന്നെ പറയും. ഇന്നും പറയും, നാളെയും പറയും മണി. അന്ന് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തന്നെ എൻ്റെ നിഗമനമതാ. ഒഴിപ്പിക്കൽ എല്ലാം ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞതുണ്ടല്ലോ, അതിൽ നമുക്ക് സന്തോഷമാണ്. കയ്യും വെച്ച് മുട്ടെടുത്ത് വെച്ചോണ്ട് പോയല്ലോ സുരേഷ് കുമാറുമൊക്കെ. അത് ഞാനൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ അഭിമാനമാണ്. കാരണം ഇവിടുത്തെ ജനങ്ങളോടൊപ്പമാണ് ഞാൻ നിന്നത്. എനിക്കൊരു പുല്ലുമില്ല. അതുകൊണ്ട് എനിക്കെന്താ നേട്ടം? ഞാനിവിടെ കുടിയേറ്റക്കാരനാണ്. അന്ന് ഞങ്ങൾക്ക് 5-6 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലം ഇപ്പോഴും ഉണ്ട്. ഞാൻ ഭൂമി ഇവിടെ കൈയേറിയിട്ടൊന്നുമില്ല. ഇഷ്ടമല്ലാത്ത ചോദ്യമാണെങ്കിൽ മറുപടി വേണ്ട കേട്ടോ. അതായത് CPM-ന് വിഭാഗീയത ഉണ്ടായിരുന്ന കാലത്ത്, അതായത് പിണറായി പക്ഷവും VS പക്ഷവും എന്ന 2 പക്ഷമായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങ് VSനൊപ്പമായിരുന്നു എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. പിന്നീട് ഈ 3-ാം ദൗത്യത്തിന് ശേഷമാണ് പിണറായി പക്ഷത്തേക്ക് ചേർന്നതെന്നും അങ്ങനെ ഒരു VSമായിട്ട് അകലാനൊരു ഇട. അങ്ങനെ ഒരു കാര്യമാണ്, നിങ്ങളുടെ കാര്യം മനസ്സിലാക്കിച്ചു. VS പക്ഷവും പിണറായി പക്ഷവും എന്നും പറഞ്ഞ് അങ്ങനെ ഒരു പക്ഷമൊന്നും പാർട്ടിക്കകത്തില്ല. ഇല്ല. ഔദ്യോഗികമായിട്ടൊന്നല്ല, അല്ലെങ്കിലും ഇല്ല എന്ന് ഞാൻ പറയാം. ഏതെങ്കിലും ഒരു നേതാവ് വിവരക്കേട് കാണിച്ചെന്നോടത്ത് അതെങ്ങനെ ഒരു പക്ഷമാകുന്നത്? അങ്ങനൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി
ആണ്. അതിൻ്റെ ഭാഗമായി നിന്നതാണ് പിന്നീട് പ്രത്യാഘാതപരമായ ആശയപരമായ പിന്നീട് പാർട്ടി ഞങ്ങളുടെ പാർട്ടി രൂപം കൊണ്ടത്. ആ പാർട്ടിക്കകത്ത് ഒരു പാർട്ടിയേ ഉള്ളെന്ന്, VS പക്ഷമോ പിണറായി പക്ഷമോ എന്നും പറഞ്ഞൊരു പക്ഷമൊന്നും ഇല്ലാതെ പറയുന്ന ചുമ്മാ നിങ്ങൾ സൃഷ്ടിക്കുന്നതാ. VS അന്ന് സ്വീകരിച്ച നടപടി സുരേഷ് കുമാറിനെ പോലുള്ള ആളുകൾ സ്വീകരിച്ച നടപടിയാ. VS എല്ലാം അറിഞ്ഞാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അദ്ദേഹം അവിടെയല്ലേ, തിരുവനന്തപുരത്തല്ലേ, അയാളെ ഏൽപ്പിച്ച് ഇങ്ങോട്ട് വിട്ടു. അയാൾ ചുമ്മാ ഒരു തൂടി വാരിയ പണി കാണിച്ചു, എതിർത്തു. അതൊക്കെ ശരിയാണെന്നാ. കൂടുതലായിട്ട് ഇവിടെ നിന്നിരുന്ന അതിലപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനൊന്നും എനിക്കൊരു കരിച്ചൊന്നുമില്ലായിരുന്നു. മരിക്കുന്നവരെയില്ല. മരണത്തിൽ വലിയ ദുഃഖമുണ്ടായി. അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകളോട് വിയോജിപ്പുണ്ട്. അത് വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട്, പറയാനൊരു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഭൂപ്രസംഗങ്ങളുടെ അടുത്ത നിലപാടിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പാർട്ടി നേതൃത്വം തന്നെ ആ നിലപാടിന് എതിരെ നിലപാടായിരുന്നു. ഇത് മലയോര കൃഷിക്കാരല്ലേ, മലയോര പ്രദേശമാണ്, കുടിയേറ്റ പ്രദേശമല്ലേ. ഇവിടുത്തെ കൃഷിക്കാരുടെ മാറ്റവും ഈ ജില്ലയുടെ പുരോഗതിക്ക് വേണ്ടി ഇവിടെ ഉൽപ്പാദനം നടത്തുകയും ചെയ്യുന്ന കൃഷിക്കാരെ പരിഗണിക്കാതെ ഏത് ഗവൺമെൻറ്റിനാണേലും ഭരണക്കാരനാണേലും പോകാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ സുരേഷ് കുമാറിനെപ്പോൾ വിവരം കേട്ടവൻ പറഞ്ഞെന്നും പറഞ്ഞു അതിന് നേരെ നിലപാടെടുക്കുന്ന അങ്ങനെ ശരിയാവുന്നേ മുണ്ടും മടക്കി കുത്തി എതിർത്തു. എനിക്ക് വലിയ അഭിമാനമാണ്. അത് വേറെ കാര്യം. നാളെയാണേലും ഞാൻ എതിർക്കും. ജീവനുള്ള കാര്യം ഞാൻ എതിർക്കും. ഇപ്പം കുടിയൊഴിപ്പിക്കാൻ സമ്മതിക്കില്ല. ജനങ്ങളെ ദ്രോഹിക്കുന്ന ഏത് കാര്യത്തെയും ഞാൻ എതിർക്കും. കയ്യേറ്റം ഇല്ലല്ലോ ഇപ്പം. എവിടെ കയ്യേറി? നിങ്ങളെയും ഈ കയ്യേറ്റം ഈ പത്രക്കാരുണ്ടാക്കുന്നില്ലേ? വേറെ എവിടെ എന്ത് കയ്യേറി? കുടിയേറ്റം, അതോടാ കയ്യേറ്റം. ഇപ്പോഴും ഞാൻ വേറൊന്നും പറയുന്നില്ല. മലയാള ഭാഷ മര്യാദയ്ക്ക് പറയണ്ടേ? എന്ത് കയ്യേറ്റം? എവിടെ എന്ത് കയ്യേറ്റം? ഇപ്പോൾ ഇടുക്കിയില്ല രൂപം കൊണ്ടത്. ഞാൻ ചോദിക്കട്ടെന്നു, ഇവിടെ ഭരിക്കുന്നവനൊക്കെ ഇതേപ്പറ്റി എല്ലാം അറിയാവോ? ഈ ഭൂപ്രദേശം എല്ലാം തമിഴ്നാടിന് വിടണമെന്നും പറഞ്ഞ് ഒരു പ്രക്ഷോഭണം നടന്നിരുന്നു. നിങ്ങൾക്കറിയാവോ? മൂന്നാർ കേന്ദ്രമൊക്കെ ആയിട്ട് പല പ്രദേശത്തും നടന്നു. അന്ന് ഈ പ്രദേശം ആദ്യത്തെ പള്ളിവാസൽ പദ്ധതി ഇവിടാ. ഭാവിയിൽ വീണ്ടും സാധ്യത ഒരുപാട് ഇവിടാ. ഒന്ന്, ലോകത്തെ നമ്പർ 1 ഏഴ ഉൽപ്പാദനം ഇവിടാ. ലോകത്തെ ഒന്നാന്തരം തേയില ഉൽപ്പാദനം ഇവിടാ. ഭാവിയിലാണേലും ജലവൈദ്യുത പദ്ധതിക്ക് ഇവിടെ വലിയ സാധ്യതയുണ്ട്. ഇത് കണ്ടുകൊണ്ട് അതിന് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഗവൺമെൻറ്റുകളും നിലപാടെടുത്തിട്ടുണ്ട്. ഇടുക്കി പദ്ധതി അങ്ങനെ വന്നതാ. ഇടുക്കി പദ്ധതി രാജ്യത്ത് ചെയ്യുന്ന സംഭാവന ചെറുതാണോ? പള്ളിവാസൽ പദ്ധതി ചെറുതാണോ? എത്ര പദ്ധതി പവർ ഹൗസ് ഉണ്ട്, എന്ത് സംഭാവനയാണ് രാജ്യത്തിന് ചെയ്യുന്നത്? എന്നിട്ട് പിന്നെ മെക്കിട്ട് കയറാൻ ഏതൊരു സുരേഷ് കുമാർ ഏതൊരു വിവരം കേട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞു വന്നാൽ ഞാൻ അതിനെ ഇപ്പോഴും എതിർക്കും, നാളെ എതിർക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.